നമസ്തേ. ഞാൻ പാപിയാണ്, എൻ്റെ പിഴ, ചെറിയവനാണ്, ബലഹീനനാണ്, അശരണനാണ്. മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് ഈ മതങ്ങൾ തന്നെ പറയുന്നു. ദൈവം ഇങ്ങനെ ബലഹീനനായിട്ടുള്ള, അശരണനായിട്ടുള്ള, പാപിയായിട്ടുള്ള ഒരു സൃഷ്ടിയെ പടച്ചുവിടുമെന്ന് തോന്നുന്നുണ്ടോ? പവർഫുൾ ആയിട്ടുള്ള ബീയിങ്സ് ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. പ്രപഞ്ചം പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവതരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും താഴ്ന്നതോ ഉയർന്നതോ അല്ല, എല്ലാം ഈക്വലാണ്. ഓരോ മൃഗവും മനുഷ്യനും പക്ഷിയും പുഴയും മരവും ഒക്കെ ഒരേ നിലവാരത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള, ആ നിലവാരം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള നിലവാരത്തിൽ തന്നെ കാണേണ്ടതായിട്ടുള്ള സംഗതികളാണ്. അവയിൽ ബോധമണ്ഡല വികാസത്തിലൂടെ പ്രപഞ്ചത്തിനെ കുറിച്ച് തന്നെ ബോധമുണ്ടാക്കുന്ന അവസ്ഥയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ഈ ബോധമണ്ഡല വികാസത്തിന് വികാസമില്ലാതെ വരുമ്പോൾ, ശക്തി കുറഞ്ഞു വരുമ്പോൾ, ക്ഷയിച്ചു വരുമ്പോൾ, അത് ചെറുതായി വരുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ മനുഷ്യനല്ലാതെയായി പോവുകയാണ്. നമുക്കിന്ന് സമൂഹത്തിലേക്ക് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ പാപിയാണ് എന്ന് ചെറിയ കാലം തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയോ ദൈവപുത്രന്മാരുടെ വരവിന് വേണ്ടിയോ നമ്മൾ കാത്തു കിടക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും കുഴികളിൽ നമ്മൾ കാത്തു കിടക്കുന്നു. ഇങ്ങനെയുള്ള തത്വശാസ്ത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത്ര പാപിയായിട്ടുള്ള, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണോ നമ്മൾ ഉള്ളത്? ഏറ്റവും വലിയ മിഥ്യ അതുതന്നെയാണോ എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഹ്യൂമൻ ബീയിങ്സ്, നീയും ഞാനും എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഹൈലി പവർഫുൾ ആണ്. വി ആർ ക്യാപ്പബിൾ ടു ഡു ബിഗ് തിങ്സ്. വലുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുള്ളതായിട്ടുള്ള, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള അവതാരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുന്നു, നമ്മുടെ ഉറവിടത്തിനെ കുറിച്ച് പഠിക്കുന്നു, നമ്മുടെ ഭൗതികമായിട്ടുള്ള പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിക്കുന്നു, അതിനപ്പുറത്തേക്കുള്ള ഡയമെൻഷൻസിനെ കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പണ്ട് കാലത്ത് യൂണിവേഴ്സിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന നമ്മൾ ഇപ്പോൾ മൾട്ടിവേഴ്സിനെ കുറിച്ചും അതിനപ്പുറത്തുള്ള തലങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് തല്ലി പഠിപ്പിച്ചതായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ്. നീ ചെറിയവനാണ്, നീ എപ്പോഴും ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കണം, നീ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ പാപിയാണ് എന്ന് എപ്പോഴും പറയുന്നവൻ ഒടുവിൽ പാപിയായിട്ട് തീരുന്നു. നിരാശയുടെ അവസാനത്തിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ഉള്ളിലത്തെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളെ, എൻ്റെ ഉള്ളിലെ നന്മയെ എനിക്കെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും? എൻ്റെ ഉള്ളിലെ സ്നേഹത്തിനെ എനിക്കെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും? എൻ്റെ ഉള്ളിലെ മോട്ടിവേഷൻ, എൻ്റെ ഉള്ളിലെ ഊർജത്തിനെ എനിക്കെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും? അതിലൂടെ എങ്ങനെ എനിക്ക് കൃത്യമായിട്ടുള്ള എൻ്റെ ഉന്നതമായിട്ടുള്ള കർമ്മങ്ങൾ കണ്ടെത്തുവാനും ചെയ്യുവാനായിട്ടും സാധിക്കും? എൻ്റെ ജീവിതത്തിനെ എനിക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും വിജയത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും? ഞാൻ ശരിയല്ല, ഞാൻ തോറ്റവനാണ്, എനിക്ക് വലിയവനാകാനുള്ള യോഗമില്ല. ചെറുപ്പകാലം തൊട്ടേ ആരോ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള കാര്യങ്ങൾ, മതഗ്രന്ഥങ്ങളെയും അതിൻ്റെ ലീഡേഴ്സിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആരൊക്കെയോ തല്ലി പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ഇത് വീണ്ടും വീണ്ടും ഏറ്റുപറയേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? വേറെ ഒരുത്തൻ വ്യാഖ്യാനിച്ചു തന്നതിനപ്പുറത്തേക്ക് ആ മതഗ്രന്ഥങ്ങളെ ഒന്ന് വായിച്ചാൽ തന്നെ ഈ പകുതി മിഥ്യകളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥമെടുത്ത് വായിക്കുന്ന സമയത്ത് ഈ മിഥ്യകൾക്കൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എന്തിനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് തലയിലും ഹൃദയത്തിലും പേറിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ശക്തിയില്ലാത്തവനാണെന്നും പാവിയാണെന്നും അല്ലെങ്കിൽ ഞാൻ വെറും ചെറുതാണെന്നുമുള്ള അവസ്ഥകൾ. ഇവിടെ നമ്മളെ സൃഷ്ടാവ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ശക്തിയായിട്ടാണ് നമ്മൾ എല്ലായിടത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ പോസിറ്റീവായിട്ടുള്ള ശക്തികൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതയെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ശക്തിയില്ലാത്ത അത്തരത്തിലുള്ള അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് വലിയൊരു ബ്രേക്ക് തന്നെയാണ് നമ്മളുടെ മുന്നിൽ കൊണ്ടുവെക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സെൽഫ് അഫർമേഷൻസ് ഇത്തരത്തിലുള്ള വിഡ്ഢിയാസുരന്മാർ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സെൽഫ് അഫർമേഷൻസ് നമ്മുടെ ജീവിതത്തിൽ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ്, നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്. ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള ഞാനെന്ന് പറയുന്ന അവസ്ഥ എന്താണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പ്രതിരൂപത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ വിലമതിപ്പുള്ളതായിട്ടുള്ള, ശക്തനായിട്ടുള്ള,
ശരണമുള്ളതായിട്ടുള്ള, മറ്റുള്ളവർക്ക് ശരണം കൊടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആത്മാവിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ് എന്നിലൂടെയും ചലിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ സ്വപ്നങ്ങളുള്ള മനുഷ്യരായിരിക്കും, പക്ഷേ സ്വയം ചിന്തിക്കും, ഞാൻ ചെറിയവനല്ലേ, എനിക്കിത് സാധിക്കുമോ? ഈ ചിന്ത തന്നെ നമ്മളെ സ്വപ്നത്തിനെ പുറകോട്ട് വലിക്കുകയാണ്. ഞാൻ എന്തിനു ശ്രമിക്കണം, ഞാൻ ഒരിക്കലും അതിന് യോഗ്യനല്ലല്ലോ. അതൊക്കെ ആർക്കൊക്കെയോ സാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിലെത്തിയ വ്യക്തികളെ കണ്ടുകൊണ്ട് ചിലർ പറയുന്നത് കേൾക്കാം, ഇയാൾ കള്ളത്തരത്തിൽ കൂടെയും തട്ടിപ്പിൽ കൂടെയുമാണ് അങ്ങനെ എത്തിയത്, അല്ലെങ്കിൽ സാത്താൻ സേവയിലൂടെയാണ് അങ്ങനെ എത്തിയത് എന്ന് വരെ അവസാനം പറഞ്ഞു വെക്കുമെന്നുള്ളതാണ്. കാരണം ഈ മിഥ്യയുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. അവർക്ക് വിജയത്തിനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പരാജയത്തെക്കുറിച്ച് മാത്രമാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല. കാരണം അവരെപ്പോഴും ചെറുതാണ്, മോശപ്പെട്ടവനാണ്, പാപിയാണ് എന്ന് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് വിജയിയാകാനായിട്ട് സാധിക്കുക? ഈ വ്യക്തിക്ക് എങ്ങനെയാണ് പരിശുദ്ധനാകാനായിട്ട് സാധിക്കുക? ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങേണ്ട ഒരു കാര്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വത്തിനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കില്ല. ഓരോ ഓർമ്മയും ഓരോ ചിന്തയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഞാൻ വലിയവനാണ്, ഞാൻ വിജയിക്കുന്നവനാണ്, ഞാൻ ശക്തനാണ് എന്നുള്ള ചിന്ത ആദ്യം തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥ എന്നെ, എൻ്റെ ഐഡിയലായിട്ടുള്ള അവസ്ഥയെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അതിനെ ആകർഷിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഓൾറെഡി വിജയിച്ച ഒരു വ്യക്തിയാണ്, ഞാൻ ധനമുള്ളവനാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഗതികളൊക്കെ അയാളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. നമ്മളെ തളർത്തുന്ന ആളുകളുടെ മുന്നിൽ പറയുക, ഞാൻ വളരാൻ ശ്രമിക്കുന്നവനാണ്. അവരുടെ വാക്കുകൾ ഒരിക്കലും നമ്മുടെ ആത്മവിശ്വാസത്തിനെ തകർക്കാനായിട്ട് പാടില്ല. എനിക്ക് വളരാൻ സാധിക്കും, ഞാൻ വലിയവനാണ്, ഞാൻ അതിൻ്റെ പാതയിൽ തന്നെയാണ് ഉള്ളത് എന്ന് അവരുടെ മുഖത്ത് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കോപ്പി ചെയ്യുന്നതായിട്ടുള്ളൊരു സ്വഭാവം. നമ്മളൊക്കെ മോശക്കാരാണ്, അവരൊക്കെ വളരെ വിജയിച്ച ആൾക്കാരാണ്, അവരെ നോക്കി പഠിക്കൂ എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. പഠിക്കുന്നതിൽ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നിടത്താണ് തെറ്റ് വരുന്നത്. എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ട് അത് എൻ്റെ തനതായിട്ടുള്ള അവസ്ഥയ്ക്ക് എങ്ങനെ ഉപയോഗപ്രദമാകുമെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. കാരണം നമുക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവരുടെ അംഗീകാരമല്ല, നമ്മുടെ ഉള്ളിലെ ഐഡിയലായിട്ടുള്ള അവസ്ഥയിലേക്കുള്ള ഒന്നുചേരലാണ്. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ രീതിയിൽ മാറ്റം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ വിജയത്തിന് നമ്മൾ തന്നെ തടസ്സമാകുന്ന അവസ്ഥ, മറ്റുള്ളവർ തടസ്സമാകുന്ന അവസ്ഥ ഒക്കെ മാറിക്കൊണ്ട് വിജയത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പരിശ്രമിച്ചു നോക്കുന്നവൻ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.